മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഇന്നലെ പുറത്തു വന്നു. പക്ഷേ പതിവിൽ നിന്ന് വ്യത്യസ്തമായി വനിതാ ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ചില മുറുമുറുപ്പുകളും ഉണ്ടായി. അത് സംഭവിക്കുന്നതല്ല. നേരത്തെ പാണക്കാട് തങ്ങളുടെ അവിടെ നിന്ന് സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തുവിട്ടാൽ പിന്നെ ആരും അങ്ങനെ അഭിപ്രായം പറയുന്നതല്ല. പ്രത്യേകിച്ച് സ്ത്രീകളൊന്നും ഒട്ടും അഭിപ്രായം പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല. എന്നാൽ വനിതാ ലീഗ് ശക്തമായ അഭിപ്രായം പറഞ്ഞു. വനിതാ ലീഗിൽ നിന്നുള്ളവർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്തില്ല എന്നുള്ളതാണ് അവരുടെ പരാതി. അപ്പോഴും ചരിത്രത്തിലാദ്യമായി 2 സ്ത്രീകൾക്ക് നേരത്തെ കൊടുത്തു. ചരിത്രത്തിലാദ്യമായി 2 പേർക്ക് കൊടുത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ജയന്തി രാജനും അതുപോലെ തന്നെ മറ്റൊരു വനിതയ്ക്കും കൂടി കൊടുത്തിട്ടുണ്ട്. 2 വനിതകൾക്ക് സീറ്റ് ഇപ്രാവശ്യം കൊടുത്തിരിക്കുകയാണ്. അത് 2 പേരെയാണ് ഇപ്രാവശ്യം മത്സരിപ്പിച്ചിരിക്കുന്നത്. മഞ്ചേശ്വരം മുതൽ തുടങ്ങി പിന്നെ എറണാകുളം ജില്ലയിലെ കളമശ്ശേരി വരെ ഉള്ള സ്ഥലങ്ങളിൽ 25 മണ്ഡലങ്ങളിലായി ലീഗ് സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. അതിനകത്ത് പേരാമ്പ്ര പല വർഷങ്ങളിലായി LDF ജയിക്കുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ എങ്കിലും പേരാമ്പ്രയിൽ ഫാത്തിമ തഹലിയ എന്ന് പറയുന്ന വനിതയെ അവർ പരീക്ഷിക്കുന്നുണ്ട്. കൂത്തുപറമ്പിലാണ് ജയന്തി രാജനെ. കൂത്തുപറമ്പും ഒരു ഇടതുപക്ഷ മണ്ഡലമാണ്. അവിടെ നന്നായി മത്സരിച്ചാൽ മാത്രമേ ജയിക്കാൻ കഴിയുകയുള്ളൂ. എന്നാലും കൂത്തുപറമ്പിൽ ജയന്തി രാജനെ പരീക്ഷിക്കുന്നു. മലപ്പുറത്തേക്ക്, വേങ്ങരയിൽ നിന്ന് മലപ്പുറത്തേക്ക് PK കുഞ്ഞാലിക്കുട്ടി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ മഞ്ചേശ്വരത്ത് K സുരേന്ദ്രനെതിരെ AKM അഷ്റഫാണ് മത്സരിക്കുന്നത്. കാസർഗോഡ് കല്ലദ്ര മായിൻ ഹാജിയാണ്. അതുപോലെ തന്നെ കരിം ചേലേരിയാണ് അഴിക്കോട്. നേരത്തെ KM ഷാജി മത്സരിച്ചിരുന്ന. കൂത്തുപറമ്പിൽ ഞാൻ പറഞ്ഞു ജയന്തി രാജനാണ്. കുറ്റിയാടിയിൽ പാറയ്ക്കൽ അബ്ദുള്ളയാണ് മത്സരിക്കുന്നത്. പേരാമ്പ്രയിൽ ഞാൻ പറഞ്ഞു ഫാത്തിമ തഹലിയ. അതുപോലെ തന്നെ തിരുവമ്പാടിയിൽ കാസിം കൂടരഞ്ഞി. കൊടുവള്ളിയിൽ PK ഫിറോസ് ആണ് അവരുടെ യൂത്ത് ലീഗിൻ്റെ ശക്തനായ നേതാവ്. പിണറായി വിജയൻ്റെ പല അഴിമതികളുമൊക്കെ പുറത്തു കൊണ്ടുവരുന്നതിലും ശക്തനായി നിന്നുകൊണ്ട് നമ്മുടെ ജലീലിനെ ശക്തമായി എതിർക്കുന്ന, ജലീലിനെയൊക്കെ നന്നായി എതിർക്കൊക്കെ ചെയ്യുന്ന PK ഫിറോസ് കൊടുവള്ളിയിൽ നിന്ന് മത്സരിക്കുന്നു. കുന്നമംഗലത്ത് നിന്ന് റസാഖ് മാസ്റ്റർ മത്സരിക്കുന്നുണ്ട്. കോഴിക്കോട് സൗത്തിൽ നിന്ന് അഡ്വക്കേറ്റ് ഫൈസൽ ബാബുവാണ്. അവിടെ ഡോക്ടർ MK മുനീറാണ് നേരത്തെ മത്സരിച്ചിരുന്നത്. ആരോഗ്യപരമായ കാരണങ്ങളാലും 28 വയസ്സ് മുതലോ മറ്റാണ്, 28-29 വയസ്സ് മുതൽ ലീഗിൻ്റെ വലിയ നേതാവായി, പഞ്ചായത്ത് മന്ത്രിയൊക്കെയായി വലിയ നേതാവായിരുന്നാണ് ഡോക്ടർ MK മുനീർ. അദ്ദേഹം ഇപ്രാവശ്യം മത്സരിക്കുന്നില്ല. പകരം അഡ്വക്കേറ്റ് ഫൈസൽ ബാബു എന്ന് പറഞ്ഞ വളരെ ജൂനിയറായിട്ടുള്ള ചെറുപ്പക്കാരനെയാണ് ആ സീറ്റ് പിടിക്കാനായിട്ട് കോഴിക്കോട് സൗത്തിലേക്ക് കൊടുത്തിരിക്കുന്നത്. വള്ളിക്കുന്നിൽ TV ഇബ്രാഹിമിനാണ് കൊടുത്തിരിക്കുന്നത്. കൊണ്ടോട്ടിയിൽ TP അഷ്റഫ് അലി ചെറുപ്പക്കാരനാണ്, അഷ്റഫ് അലിക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മഞ്ചേരിയിൽ അഡ്വക്കേറ്റ് റഹ്മത്തുള്ളയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഏറനാട്ട് PK ബഷീറുണ്ട്, പഴയ മന്ത്രിയുടെ മകനാണ്. PK ബഷീറുണ്ട്. മലപ്പുറം ഞാൻ പറഞ്ഞു കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. അതുപോലെ മഞ്ഞളാംകുഴി അലിയാണ്. നേരത്തെ അദ്ദേഹം ലീഗിൽ നിന്നു പിന്നെ CPM-ലേക്ക് പോയി, അവിടെ നിന്ന് MLA ആയി, പിന്നെ തിരിച്ച് വീണ്ടും ലീഗിലേക്ക് വന്ന് മഞ്ഞളാംകുഴി അലിയുണ്ട്. പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം, അതും അത്ര വലിയ സീനിയറല്ല, ഒരു മിഡിൽ ചെറുപ്പമാണ്. അതുപോലെ തന്നെ വേങ്ങര KM ഷാജി, നേരത്തെ കുഞ്ഞാലിക്കുട്ടി മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ്. അവരുടെ ഷുവർ സീറ്റുകളിലൊന്നാണ് വേങ്ങര. സിംഹമാണ്, പുലിക്കുട്ടിയാണ്, പുപ്പുലിയാണ്, എല്ലാമാണ്. ലീഗിൻ്റെ വളർന്നു വരുന്ന ഉജ്ജ്വലനായ വാഗ്മിയാണ്. നാവ് കൊണ്ട് എല്ലാവരെയും റെഡിയാക്കും. നല്ല മിടുക്കനാണ് KM ഷാജി. ആ KM ഷാജി നമ്മുടെ നികേഷ് കുമാറിനെ കിണറ്റിലിറക്കിയ ആളുമാണ്. അപ്പോൾ വളരെ മിടുക്കനാണ്. അദ്ദേഹമാണ് വേങ്ങരയിൽ മത്സരിക്കുന്നത്. കോട്ടയ്ക്കലിൽ ആബിദ് ഹുസൈൻ തങ്ങളാണ്. കുറിക്കോളി മൊയ്തീനാണ് തിരൂരിൽ മത്സരിക്കുന്നത്. താനൂരിൽ PK നവാസ് ഉണ്ട്, അതും ചെറുപ്പമാണ്. അതുപോലെ തന്നെ തിരൂരങ്ങാടിയിൽ PMA സമീറിനെതിരെയും ചില മുറുമുറുപ്പുകൾ അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും PMA സമീർ അവിടെ മത്സരിക്കുന്നു. മണ്ണാർക്കാടിൽ ഷംസുദ്ദീൻ നേരത്തെ ഉള്ളതാണ്, അദ്ദേഹം അതുപോലെ മത്സരിക്കുന്നു. ഗുരുവായൂർ CH റഷീദ് മത്സരിക്കുന്നു. പിന്നെ കളമശ്ശേരിയിലാണ് ഇബ്രാഹിം കുട്ടിയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, പിന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അവിടെ ഇപ്പോൾ അദ്ദേഹം മത്സരിക്കുന്നത്. മറ്റൊരു വ്യക്തിത്വമാണ് അവിടെ മത്സരിക്കുന്നത്. അപ്പോൾ 25 സീറ്റുകളിൽ മത്സരിക്കുന്നു. ഇപ്പോൾ ലീഗിൻ്റെ സീറ്റുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത 2 വനിതകൾക്ക് അവർ സീറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു വനിത ഹിന്ദു നാമധാരി കൂടിയാണ് എന്നുള്ളത് വലിയൊരു പ്രധാനമാണ്. U രാമൻ എന്ന് പറയുന്ന ഒരാളിന് നേരത്തെ സീറ്റ് കൊടുത്തിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം
2 വനിതകൾക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ യൂത്തിന് ഒരുപാട് പേർക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട്. പുതിയ തലമുറയിൽപ്പെട്ട യൂത്തിൽപ്പെട്ട ഒരുപാട് പേർക്ക് ഇപ്രാവശ്യം ലീഗ് സീറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് യൂത്ത് ലീഗിന് പരാതിയില്ല. പക്ഷേ പിന്നെ പരാതിയുള്ളത് വനിതാ ലീഗിലാണ്. 2 വനിതകൾക്ക് കൊടുത്തെങ്കിലും അത് വനിതാ ലീഗിൽ നിന്നല്ല എടുത്തിരിക്കുന്നതെന്നുള്ള ഒരു പരാതി അവർക്കുണ്ട്. അതിൻ്റെ സംസ്ഥാന നേതാക്കൾ പരാതിയുമായി പരിഭവമായി രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ എന്തായാലും 25 സീറ്റും പിടിക്കും എന്നുള്ള കണക്കിൽ നിൽക്കുന്നു. പക്ഷേ അതിനകത്ത് കൂത്തുപറമ്പ്, പേരാമ്പ്ര ഇങ്ങനെ ഒരു 10-17 സീറ്റെങ്കിലും ഉണ്ടായിരുന്നവർക്ക്. നേരത്തെ 17 സീറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ മഞ്ചേശ്വരം ഇപ്രാവശ്യം നല്ല മത്സരമാണ് നടക്കുന്നത്. സുരേന്ദ്രനാണ് മത്സരിക്കുന്നത്. കടുത്ത മത്സരമാണ് മഞ്ചേശ്വരത്ത് നടക്കുന്നത്. പേരാമ്പ്രയിൽ CPMൻ്റെ കോട്ടയാണ്. അപ്പോൾ അവിടെ വനിത ജയിക്കുമോ? അതുപോലെ ജയന്തി രാജൻ കൂത്തുപറമ്പും CPMൻ്റെ ഒരു ഏരിയയാണ്. അവിടെ ജയിക്കുമോ? ബാക്കി പിന്നെ താന്നൂര്, തവന്നൂർ എന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ള കുറേ സീറ്റുകളുണ്ട്. ഈ സീറ്റുകളിലൊക്കെ ലീഗിൻ്റെ ശക്തരായ സ്ഥാനാർത്ഥികളാണ്. മലപ്പുറത്തൊക്കെ തീർച്ചയായിട്ടും കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. വേങ്ങരയിൽ ഷാജി ജയിക്കാൻ സാധ്യതയുണ്ട്. കോഴിക്കോട് സൗത്തിൽ ഈ പുതിയ സ്ഥാനാർത്ഥി ജയിക്കാൻ സാധ്യതയുണ്ട്. ബാക്കിയെല്ലാം ഒരുപാട് സ്ഥാനാർത്ഥികൾ ലീഗിൻ്റെ ജയിക്കാൻ സാധ്യതയുള്ളതാണ്. പക്ഷേ ഞാനീ പറഞ്ഞ 3-4 മണ്ഡലങ്ങളിൽ വളരെ കടുത്ത മത്സരം നടക്കാൻ സാധ്യതയുണ്ടെങ്കിലും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്, ഇപ്പോൾ നടന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് ശക്തമായ സാന്നിധ്യമാണ് മലപ്പുറം ജില്ലയിൽ ലീഗ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതിശക്തമായ മത്സരം കാഴ്ചവെച്ച് ഒരുപാട് സീറ്റുകൾ, എതിരാളികളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് സീറ്റുകൾ വന്നിരിക്കുകയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അപ്പുറത്ത് 4-5 സീറ്റുകളിൽ ഇനിയും ആളെ കണ്ടെത്തണം. CPMന് സ്വതന്ത്രന്മാരെ കണ്ടത് ഇപ്പോൾ തന്നെ 5ഓളം സ്വതന്ത്രന്മാരായി. ഇനി ബാക്കി ഒരു 4-5 മണ്ഡലങ്ങളിലെങ്കിലും സ്വതന്ത്രന്മാരെ കണ്ടെത്തണം എന്നുള്ളൊരു ബാധ്യത. അതൊക്കെ ഇനി പെയ്ഡ് സീറ്റാവുമോ? ഏത് മോലാളിയാണ് പിടിച്ചുകൊണ്ട് വരുന്നത്? ആരാണ് മത്സരിക്കാൻ നമുക്കറിയില്ല. അതുകൂടി വന്നു കഴിയുമ്പോഴാണ് സീറ്റിൻ്റെ പൂർണ്ണരൂപം മലപ്പുറം ജില്ലയിലാകുന്നത്. എന്തായാലും കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, എറണാകുളം ഈ 3-4 ജില്ലകളിലാണ് ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. മഞ്ചേശ്വരം മുതൽ തുടങ്ങി മലപ്പുറത്തെത്തുമ്പോൾ ഒരുപാട് സീറ്റുകളിൽ അവർ മത്സരിക്കുന്നു. അവിടെ നിന്ന് എറണാകുളത്ത് വരുന്ന കളമശ്ശേരി വരെ എത്തുന്ന സീറ്റുകളിൽ ലീഗ് മത്സരിക്കുന്നുണ്ട്. എന്തായാലും UDFിലെ ശക്തമായ 2ാം കക്ഷിയാണ് ലീഗ് ധാരാളം സീറ്റ് പിടിക്കുന്നവരാണ്. അതുപോലെ തന്നെ 4 മുതൽ 5 മന്ത്രിമാർ വരെ ഉണ്ടായിരുന്നവരാണ്. ഇനിയിപ്പോൾ കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ ഷംസുദ്ദീനും അതുപോലെ തന്നെ ബഷീറും, PK ബഷീറും, പിന്നെ ചിലപ്പോൾ KM ഷാജിയും പിന്നെ PK ഫിറോസും അടക്കമുള്ള ചെറുപ്പക്കാരും ഒക്കെ മന്ത്രിമാരാകാനുള്ള സാധ്യതയുണ്ട്. UDF വന്നാൽ ആരായിരിക്കുമെന്ന് നമുക്കറിയില്ല. അതുപോലെ മഞ്ഞളാംകുഴി അലി മന്ത്രിയാകാൻ സാധ്യതയുള്ള ഒരു കാൻഡിഡേറ്റാണ്. എന്തായാലും വളരെ ശക്തമായ ഒരു തിരഞ്ഞെടുപ്പാണ് ലീഗ് ഇപ്പോൾ സ്ഥാനാർത്ഥി ലിസ്റ്റിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. മുറുമുറുപ്പുകൾ ശമിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. എന്തായാലും ശക്തരായിട്ടുള്ള വനിതകളെ, ദേശീയാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന വനിതകളെ, ലീഗിൻ്റെ വനിതകളെ, ചെറുപ്പക്കാരെയും കൂടെ വച്ചുകൊണ്ട് മനോഹരമായ ഒരു ലിസ്റ്റുമായാണ് ലീഗ് ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്.